ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 19 രാസക്രീഡാ വർണ്ണനം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ ചോദിച്ചു, രാധയ്ക്ക് ദർശനം നൽകി പ്രേമത്തെ പരീക്ഷിച്ചിട്ട് കൃഷ്ണഭഗവാൻ തൻ്റെ ലീലാശക്തി ഉപയോഗിച്ച് പിന്നീട് ഏത് ലീലയാണ് ആടിയത്? ശ്രീനാരദൻ പറഞ്ഞു, മാധവി മാസത്തിലെ കൃഷ്ണപഞ്ചമിയുടെ അന്ന് പിച്ചകപ്പൂക്കൾ നിറഞ്ഞ ആ വൃന്ദാവനത്തിൽ വെച്ച് രാത്രിയുടെ ചന്ദ്രോദയ വേളയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ യമുനാ തീരത്തുള്ള ഉപവനത്തിൽ വെച്ച് രാധയുമായി ലാസലീല നടത്തി. ആ സമയത്ത് വൃന്ദാവനം നന്ദാവനത്തേക്കാൾ ഭാസുരമായിരുന്നു. രത്നങ്ങളാൽ നിർമ്മിച്ച പടവുകളും വിടർന്ന താമരപ്പൂക്കളും അരയന്നങ്ങളാലും യമുനാ നദി രമണീയമായി കാണപ്പെട്ടു. ഗോവർദ്ധന പർവ്വതം നീരുറവകൾ ഒഴുകിക്കൊണ്ട് അത്യന്തം സുന്ദരമായി മാറി. പർവ്വതത്തിൽ വൃക്ഷങ്ങളിലെ പക്ഷികൾ കളകളാരവം മുഴക്കി. രാധാകൃഷ്ണന്മാരുടെ പുണ്യമയമായ ഗാഥകൾ പാടിക്കൊണ്ട് വണ്ടുകൾ പാറി നടന്നു. യമുനാ തീരത്ത് പൂമ്പൊടി വിതറിക്കൊണ്ട് മന്ദമാരുതൻ വീശി. ആ സമയത്ത് നിരവധി ഗോപികമാർ ശ്രീകൃഷ്ണന്റെ സേവാർത്ഥം അവിടെ എത്തിച്ചേർന്നു. അതിൽ ഗോലോക നിവാസിനികളും ശയ്യ ഒരുക്കുന്നവരും ദ്വാരപാലികമാരും സഖീജനങ്ങളും വൃന്ദാവനത്തെ സംരക്ഷിക്കുന്നവരും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഗോപികമാരുടെ 12 യൂഥങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപം എത്തിച്ചേർന്നു. പീതാംബരധാരിയായി യമുനയും വെള്ളവസ്ത്രം ധരിച്ച ഗംഗയും അവിടെ എത്തി. അതോടൊപ്പം രമാദേവിയും മധുമാധവിയും വിരജയും ലളിതയും വിശാഖയും അവിടേക്ക് എത്തിപ്പെട്ടു. അവിടെ എത്തിയ ഗോപസഖിമാരിൽ അഷ്ടസഖികളും ഷോഡശ സഖികളും ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ യോജിച്ചപ്പോൾ ഭഗവാന്റെ രാസമണ്ഡലം ശോഭനമായി മാറി. ശ്രീകൃഷ്ണ ഭഗവാൻ രാധാസമേതനായി കാമദേവനെ പോലെ തിളങ്ങി. അവിടെയുണ്ടായിരുന്ന ഓരോ ഗോപികയുടെ കൂടെയും ഓരോ കൃഷ്ണൻ എന്ന തോതിൽ ഭഗവാൻ തൻ്റെ ചൈതന്യം ഉപയോഗിച്ച് അനേകമായി. അവർ വൃന്ദാവന ഭംഗി ആസ്വദിച്ച് നടന്നു. അങ്ങനെ ഭഗവാൻ ഒളിച്ചും പാർത്തും ഓടിയും ചാടിയും ഗോപികമാരോടൊപ്പം ലീലകൾ ആടാൻ ആരംഭിച്ചു. ഗോപികമാർ ഭഗവാനോടൊപ്പം കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നൃത്തം വെച്ചു. തുടർന്ന് അവർ ജലക്രീഡയിൽ ഏർപ്പെട്ടു. മൃദംഗം വായിച്ചും താളം പിടിച്ചും ആടിയും പാടിയും കൃഷ്ണനോടൊപ്പം രാസലീല നടത്തിയ ഗോപികമാർ സ്വയം മതിമറന്ന് പരമാനന്ദത്തിൽ മുഴുകി. ജലത്തിലിറങ്ങിയ അവർ അന്യോന്യം വെള്ളം തെറിപ്പിച്ചും കളിച്ചും മുങ്ങിയും പൊങ്ങിയും ജലക്രീഡ നടത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് ദേവന്മാരും ദേവാംഗനമാരും ഗന്ധർവ സ്ത്രീകളും ആകാശത്ത് നിന്ന് പുഷ്പവർഷം നടത്തി. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 19ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.